വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ അരി കുതിർത്ത് അരയ്ക്കുകയോ അല്ലെങ്കിൽ അരിപ്പൊടി കൊണ്ടോ അല്ലാതെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞ് പോലുള്ള നല്ല വെള്ളയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കപ്പ് എടുത്ത് 2 കപ്പ് റോസ്റ്റഡ് റവ തന്നെ ഞാൻ എടുത്തേക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം അതേ കപ്പിൽ തന്നെ 1 കപ്പ് അവലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ള അവലാകുമ്പോൾ നല്ല വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അരി ഒരു ദിവസം വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി അല്ലെങ്കിൽ പിന്നെ അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഈ വെള്ളമെല്ലാം ഒന്ന് വലിച്ചെടുത്തിട്ട് ഈ മാവ് നല്ലപോലെ റവയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ വെള്ളം മൊത്തം അത് വലിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആ പാത്രം കഴുകി ആ വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ലപോലെ നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം മാവെല്ലാം നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇച്ചിരി കട്ടിയായിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു അല്പം കൂടെ വെള്ളം ഒന്ന് ചേർക്കുന്നുണ്ട്. റവ ആയതുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ വീണ്ടും കുറുകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി അടച്ച് വയ്ക്കാം. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ മാവ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ മാവെല്ലാം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി എടുത്തേക്കുന്നത്. അതിലേക്ക് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ച് ചട്ടി ഒന്ന് ചുറ്റിച്ച് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതിൽ എന്തോ മിസ്റ്റേക്ക് വന്നു കേട്ടോ. എടുക്കാനെങ്ങാണ്ട് വിട്ടുപോയതാ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഒരെണ്ണം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. തിരക്കിട്ട് ചെയ്യുന്നതിനിടയ്ക്ക് പറ്റുന്ന ഒരു എന്തോ പറയാനാ മിസ്റ്റേക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. വീഡിയോ എടുക്കാൻ വിട്ടുപോയതാ കേട്ടോ. അടയ്ക്കുന്നതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പി ഇടണമല്ലോ. അപ്പോൾ അത് പിന്നെ ഞാൻ അങ്ങ് ഇട്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അറിയാമല്ലോ, എന്തായാലും അടച്ചു വെച്ചിട്ടല്ലേ എടുക്കത്തുള്ളൂ. ഞാനത് മറന്നു പോയതാ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള റവ കൊണ്ടുള്ള വെള്ളയപ്പം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.